Hey, hi friends and viewers. This is Outlaw Studios അല്ല സെറീൻ സ്പിക്സ് ആണ്. ഞാൻ ന്യൂ ഇയറിന് എൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. ഔട്ട്ലോ സ്റ്റുഡിയോസ് നിന്ന് സെറീൻ സ്പിക്സ്. സെറീൻ ഈസ് മൈ ആക്ച്വൽ നെയിം. ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് മാറി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ആക്ച്വലി ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 6 മാസത്തിന് മേലെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ട്രാവൽ വ്ളോഗ്സ് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു. ഇതൊന്നും വലിയ വർക്കൗട്ടൊന്നും ആയില്ല. അതുപോട്ടെ. അപ്പോൾ ബാക്ക് ടു ബേസിക്സ്. ആൻഡ് ബേസിക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ സെറ്റാക്കി തന്നത് ആക്ച്വലി ആമസോണിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതാണ് മൈ ലൈഫ് ചേഞ്ചർ എന്നൊക്കെ പറയാം. സോ ബാക്ക് ടു ആമസോൺ ഗൈസ്. കാരണം ഞാനിപ്പോഴും ആമസോണിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു എൻ്റെ യു കെയിലെ PSW അതായത് സ്റ്റേ ബാക്ക് ആക്ച്വലി 2 കൊല്ലമാണ്. അത് ഏറെക്കുറെ കഴിയാറായി. സ്റ്റിൽ ഞാൻ പഠിച്ചത് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഞാൻ പഠിച്ചത് ഫുഡ് സയൻസ് ആൻഡ് ബയോടെക്നോളജി ആണ്, MSc. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഒന്നും ട്രൈ ചെയ്യുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോഴും ആമസോണിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള റീസൺസ് എല്ലാം കൂടി വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കില്ല നല്ലത്. അപ്പോൾ 2 വീഡിയോ ആയില്ലേ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ആമസോണിൽ തന്നെ എപ്പോഴും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ പെർക്സ് ഓഫ് വർക്കിംഗ് ഇൻ ആമസോൺ UK, അതാണ് ഈ വീഡിയോ. അപ്പോൾ കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ടായിരിക്കും. ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളും പറഞ്ഞു. അതുകൂടാതെ ഞാൻ എന്തുകൊണ്ട് ഇപ്പോഴും ആമസോണിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വൺ മോർ തിങ്, എൻ്റെ അറിവിൽ UK ആമസോൺസ് ഇന്ത്യയിൽ നിന്ന് ആരും ഹയർ ചെയ്യില്ല. അതിന് ബേസിക്കലി നിങ്ങൾ UK എന്താണ് പറയുക, BRP ഉണ്ടായിരിക്കണം. BRP ഇപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ UK അതുപോലെ തന്നെ NI നമ്പർ വേണം. എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട് ആക്ച്വലി. കാരണം എൻ്റെ ആ വീഡിയോ ഹിറ്റാണ് കേട്ടോ. അതുകൊണ്ട് അത് കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ വേറെ രാജ്യത്തേക്ക് വരണം, രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്കറിയില്ല ബേസിക്കലി. കാരണം ഞാൻ ഈ ഏജൻസീസ് ത്രൂ മറ്റ് കൺട്രീസിലേക്ക് പോകാനുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. ഇപ്പോഴും സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റേ ബാക്കേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എൻ്റെ അറിവിൽ UK ആമസോൺ പുറത്തു നിന്നുള്ള കൺട്രീസിൽ നിന്നുള്ളവരെ ഹയർ ചെയ്യുന്നില്ല. അപ്പോൾ അതിലേക്ക് വരാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും വെയർ ഹൗസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ആൻഡ് വെൽക്കം ടു ദ പെർക്സ് ഓഫ് ബീങ് ആൻ ആമസോണിയൻ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് എന്നെ ആമസോണിൽ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഷിഫ്റ്റ് പാറ്റേൺസ് ആണ്. ഇപ്പം ഞാൻ ഇത്രയും കാലം മുന്നൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നൈറ്റ് ഷിഫ്റ്റ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡേ ഷിഫ്റ്റ്സ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു 7-8 മാസമായിട്ട് ഇവിടെ MAN4 എന്ന് പറഞ്ഞ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്. MAN4 എന്ന് പറഞ്ഞാൽ പറയാം. അതിവിടെ ചെസ്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് UK. ആൻഡ് ആമസോണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ജനുവരി ആണല്ലോ. ഡിസംബറിലായാലും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഷിഫ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഴ്സ്ഡേ ടു സൺഡേ, 4 days 40 hours. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി ഡിസംബറിലായാലും എൻ്റെ ഷെഡ്യൂൾ ഇത് തന്നെയാണ്, തേഴ്സ്ഡേ ടു സൺഡേ. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 ദിവസം, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കാം. ഞാൻ അങ്ങനെയാണ് എൻ്റെ ബാഴ്സലോണ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയത്. ലീവുള്ള 3 ദിവസം 2 ദിവസം ലീവ് എടുത്ത് 5 ദിവസം ഞാൻ ബാഴ്സലോണ പോയിട്ട് വന്നു. സിമ്പിളാണ്. അപ്പോൾ പല കെയർ ഹോംസിൽ, ഞാൻ ഇതിന് മുൻപ് കെയർ ഹോംസിൽ വർക്ക് ചെയ്തപ്പോൾ മെക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്തപ്പോഴൊക്കെ ഇതായിരുന്നു എൻ്റെ മെയിൻ ഇഷ്യൂ. അതായത് കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസമൊക്കെ ആയിരിക്കും അവർ റോട്ടഡ്. എന്നിട്ട് അവിടെ ഉള്ളവരുടെ അടുത്ത് വിളിച്ചു ചോദിക്കണം എനിക്ക് ഏതൊക്കെ ദിവസമാണ് ഷിഫ്റ്റ്. മെക്ഡൊണാൾഡ്സിലും ഇതുപോലെ തന്നെയായിരുന്നു. മെക്ഡൊണാൾഡ്സിൽ പക്ഷേ അവരുടെ മൈ സ്റ്റഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അതിൽ അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒരു വീക്ക് മുൻപൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ഇട്ട ദിവസം നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് വിചാരിക്കും, സ്വാപ്പ് ചെയ്യാൻ നമ്മൾ വേറെ ആളെ കണ്ടുപിടിക്കണം. അതൊന്നും വേണ്ട. ഇവിടെ നമുക്ക് സ്വാപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തേഴ്സ്ഡേയുടെ ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓഫായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് എനിക്ക് തന്നെ ആപ്പിൽ A to Z എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതായത് ആമസോണിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ഞാൻ പറയുന്ന ഈ വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തായാലും ആപ്പിനെ പറ്റിയിട്ട് കാണിച്ചു തരേണ്ടി വരും. അപ്പോൾ A to Z എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് തന്നെ സ്വാപ്പ് റിക്വസ്റ്റ് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് അപ്രൂവ് ആവേണ്ട കാര്യമുള്ളൂ. ഇനി ഇൻ കേസ് നമുക്ക് നമ്മുടെ മാനേജർ കാണാൻ പറ്റുകയാണെങ്കിൽ അവരുടെ അടുത്ത് അപ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി ക്ലോസ്. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത് വളരെ വളരെ എനിക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ മുന്നേ വർക്ക് ചെയ്തെടുത്തു. ഞാൻ ആക്ച്വലി ഞാൻ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയൊരു വീഡിയോയിൽ പറയാം. അവിടെ ആയാലും ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആക്ച്വലി. അപ്പോൾ ദാറ്റ്സ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഐ സ്റ്റിൽ സ്റ്റക്ക് ഓൺ ആമസോൺ. നമ്പർ 2 ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്
പേയ്മെന്റ് ആണ്. അതായത് യു കെയിൽ ഇപ്പോഴത്തെ നാഷണൽ മിനിമം വേജ് എന്ന് പറയുന്നത് 12.21 ഇത് ഏപ്രിൽ 30 വരെ, 31 ഇല്ലല്ലോ അല്ലെ, 30 വരെ അത് തന്നെയായിരിക്കും. അപ്പോൾ ആമസോൺ പേ ചെയ്യുന്നത് ഇപ്പോൾ ബേസിക് പേ 14.30. ഇതാണ് ആമസോണിന്റെ മറ്റൊരു പ്രത്യേകത. എപ്പോഴും ആമസോൺ ബേസിക് പേനേക്കാളും ഒരു 2 പൗണ്ടെങ്കിലും മിനിമം എക്സ്ട്രാ ആണ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കം കയറിയ കാലത്തും 9 സംതിങ് എന്തോ ഉള്ളത്, 11 അവർ പേ ചെയ്തുകൊണ്ടിരുന്നത് ആമസോൺ. ഇത് ബേസിക് പേ മാത്രമാണ്. ഇത് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ 4 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. ഈ 4 ദിവസം മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിലുള്ള ആമസോണിലെ പേ ആണ് എന്ത് ഈ 14.30 എന്ന് പറയുന്നത്. 5-ാമത്തെ ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 14.30 ഇൻറ്റു 1.25 അത് എത്രയാണ്? 21 പോയിന്റ് സംതിങ്. ഞാൻ എക്സാക്ട് ഡിജിറ്റ്സിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കൊടുക്കാം. അത്രയും കിട്ടും. ഇനി 6th ഡേ വർക്ക് ചെയ്യുകയാണെങ്കിൽ, എപ്പോഴും 6th ഡേ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഷിഫ്റ്റ് ഒന്നും കിട്ടില്ല. പീക്ക് ടൈമിലൊക്കെ, ഈ പ്രൈമിന്റെ ടൈമിൽ ഡിസംബറിലൊക്കെയാണ് 6th ഡേ ഒക്കെ കിട്ടുള്ളൂ. 5th ഡേ കുറേയൊക്കെ കിട്ടാറുണ്ട് നമുക്ക്. അപ്പോൾ 6th ഡേ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ആണ് പേയ്മെന്റ്. ഡബിൾ. അതായത് ഈ 14.30 ഇരട്ടി കിട്ടും, 28.60. അപ്പൊ ആക്ച്വലി എനിക്ക് ഒരു വീക്കിൽ 4 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നത്, ടാക്സും സംഭവങ്ങളും പിടുത്തം എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നത് 478. 6 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 870 സംതിങ് വെച്ച് കിട്ടും. അതായത് 5-ാമത്തെ 6-ാമത്തെ ദിവസം വർക്ക് ചെയ്യുന്നതുകൊണ്ട് 400 പൗണ്ടാണ് എക്സ്ട്രാ കിട്ടുന്നത്. ദാറ്റ്സ് എ ഗുഡ് പേ അല്ലേ? നല്ല എമൗണ്ട് ആണ്. 2860 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആണ്. നമ്മുടെ നാട്ടിലെ ഇതിലേക്ക് മാറ്റൊക്കെ ആണെങ്കിൽ പെർ അവറിനാണ് കേട്ടോ ഈ പറയുന്നത്. 3000 രൂപ വരും ഞാൻ 1 മണിക്കൂറിന് വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് ബാഡ്, ദാറ്റ്സ് റിയലി ഗുഡ് ആക്ച്വലി. അപ്പോൾ ഇതാണ് ആമസോണിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ മറ്റൊരു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൻ റീസൺ ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാലും അവിടെ ബേസിക് പേ ഉണ്ടായിരിക്കും. നമ്മൾ എമർജൻസി ഷിഫ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും, ഇല്ല എന്നല്ല. അതുപോലെ ചിലപ്പോൾ വീക്കെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ കൊടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും കൂടുതൽ റെയർ ഓഫ് ദ റെയറസ്റ്റ് ആണ്. കിട്ടുന്നവർ ഒരിക്കലും ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് ആമസോണായിട്ട് കമ്പയർ ചെയ്യും. കാരണം ആമസോണിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. യു കെയിൽ ആമസോൺസിൽ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഗൈസ്. ഒരുപാട് പേർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്, 1-2 പേർക്കല്ല. സോ വൈ ഷുഡിന്റ് ഐ സ്റ്റിക്ക് ഓൺ ആമസോൺ അല്ലേ? എനിക്ക് ഓക്കെയാണ് ആമസോൺ. ദെൻ ഇനി 3-ാമത്തെയും 4-ാമത്തെയും ഒക്കെ റീസൺസ് ജസ്റ്റ് ഒന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ലീവാണ്. അതായത് നമുക്ക് പെയ്ഡ് ലീവ് കിട്ടും. നമ്മളിപ്പോൾ ജനുവരി 1 നമുക്ക് ഹാഫ് ആൻ അവർ കയറും. അതുപോലെ ജനുവരി 2 അടുത്ത അരമണിക്കൂർ കയറും. അപ്പോൾ 1 മണിക്കൂറായില്ലേ? അങ്ങനെ ഒരു മാസം നമുക്ക് 15 മണിക്കൂർ കിട്ടും. എന്ത്? ആനുവൽ പെയ്ഡ് ലീവാണ് കേട്ടോ ഇത് പറയുന്നത്. പെയ്ഡ് ലീവാണ്. അപ്പോൾ എല്ലാ മാസം ഇതുപോലെ 15 മണിക്കൂർ. ഫെബ്രുവരിയിൽ 14 കിട്ടുള്ളൂ കേട്ടോ, 28 ഡേയ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ അരമണിക്കൂർ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആനുവൽ ലീവിന് അപ്ലൈ ചെയ്യാം. അത് പെയ്ഡ് ആണ്. ഇനി അൺപെയ്ഡ് ആനുവൽ ലീവ് എടുക്കാം. VTO എന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവമുണ്ട് ആമസോണിൽ, വോളണ്ടറി ടൈം ഓഫ്. അത് നമ്മുടെ കയ്യിൽ ആനുവൽ ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വോളണ്ടറി ടൈം ഓഫ് അവരിടുന്നതാണ്, ആമസോൺകാർ ഇടുന്നതാണ്. ഇപ്പോൾ പണി കുറവാണെങ്കിൽ ഓക്കെ വോളണ്ടറി ടൈം ഓഫ് എടുത്തോളൂ നിങ്ങളെന്ന് പറയും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6th ഡേയും 5th ഡേ ഒക്കെ വർക്ക് ചെയ്യുന്നു. പിന്നെ VET എന്ന് പറയും, വോളണ്ടറി എക്സ്ട്രാ ടൈം. അത് നമുക്ക് ഇതുപോലെ തന്നെ ആപ്പിൽ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ വോളണ്ടറി ടൈം ഓഫ് നമുക്ക് ഇതുപോലെ ആപ്പിൽ ചൂസ് ചെയ്യാം. നമുക്ക് ഇപ്പം ഇന്ന് കാലത്ത് തന്നെയൊക്കെയാണ് ആമസോണിൽ പണിയില്ല എന്ന് അവർക്കറിയാമെങ്കിൽ അതിങ്ങനെ ആപ്പിൽ VTO എന്ന് പറഞ്ഞിടും. നമ്മുടെ കയ്യിൽ ഈ ആനുവൽ ലീവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആനുവൽ ലീവ് കൊടുത്തിട്ട് വീട്ടിലിരിക്കാം, പെയ്ഡും കിട്ടും. അതാണ് ആമസോണിന്റെ മറ്റൊരു പെർക്ക് എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ ആനുവൽ ലീവ്. അപ്പോൾ 15 മണിക്കൂർ ഒരു മാസം കിട്ടും. നിങ്ങൾ ഇതുപോലെ 12 മാസം കൂട്ടി കഴിഞ്ഞാൽ ഏറെക്കുറെ 18 മണിക്കൂർ നമുക്ക് പെയ്ഡ് ആനുവൽ ലീവ് കിട്ടും. 4th വൺ കേട്ടോ. ഇനി പെയ്ഡ് ആനുവൽ ലീവ് അല്ലാതെ എമർജൻസി അഥവാ ഫ്ലെക്സി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ആമസോണിൽ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എല്ലാ മാസവും 5 മണിക്കൂർ വെച്ചാണ് ഫുൾ ടൈമേഴ്സിന്, 2.5 മണിക്കൂർ വെച്ചിട്ട് പാർട്ട് ടൈമേഴ്സിന്, അതായത് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ 20 hours ചെയ്യുന്ന എല്ലാവർക്കും 2.5 മണിക്കൂറാണ് കയറുന്നത്. അപ്പോൾ ഈ എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഷിഫ്റ്റിന് പോയി നമുക്ക് തലവേദന എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്പെൻഡൻസ് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പോരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ ഷിഫ്റ്റിന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ 5 മണിക്കൂർ വേണമെങ്കിൽ എടുത്തിട്ട് പോരാം. ഒറ്റ ദിവസം 5 മണിക്കൂർ എടുക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ വയ്യാതൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് 1 മണിക്കൂർ പോയി അവിടെ കിടന്നുറങ്ങും. അവിടെ മസാജിങ് ചെയറൊക്കെ ഉണ്ട്, ഞാൻ അവിടെ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും എനിക്ക് ക്ഷീണമൊക്കെ ആകുമ്പോൾ. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, മാനേജറോ HR ഒന്നും നോക്കണ്ട. നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാം, നമുക്ക് വീട്ടിൽ പോരാം.
അവിടെ കിടക്കുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എമർജൻസി എന്നാണ് പറയുക. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഉറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കിഡ്സ് ഒക്കെ ഉള്ളവരൊക്കെ അതായത് ഭാര്യയും ഭർത്താവൊക്കെ ജോബിന് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ വീട്ടിൽ പിള്ളേർക്കൊക്കെ അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എമർജൻസി. ഇനി ഇത് എല്ലാ മാസവും 5 മണിക്കൂറും കൂടി കിട്ടും. അപ്പോൾ 12 മാസം 6 മണിക്കൂർ കിട്ടും. അപ്പോൾ ഈ ആനുവൽ ലീവ് പെയ്ഡാണ്, എമർജൻസിയും പെയ്ഡാണ് കേട്ടോ, പെയ്ഡ് ഒന്നല്ല. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് 24 എന്ത് കിട്ടുന്നുണ്ട്, ലീവ് നമുക്ക് ആക്ച്വലി എടുക്കാം. പെയ്ഡ് ആയിട്ടുള്ള ലീവ് 24 ഡേയ്സ്. ഓക്കെ, ദാറ്റ്സ് നോട്ട് ബാഡ്. ഏറെക്കുറെ എല്ലാവരുടെയും ഏറെക്കുറെ ഒരു 20+ ആനുവൽ ലീവ് എല്ലാ കമ്പനീസിലും ഉണ്ടാവും. ഞാൻ അതിന് വലിയ ഇതൊന്നും പറയുന്നില്ല. പക്ഷേ ആമസോൺ കൊണ്ട് ഒരുപാട് പേർക്കാണ് അതിൻ്റെ യൂസ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഈ ആനുവൽ ലീവ് ഒക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ പെയ്ഡ് ലീവ് കിട്ടും. ഇപ്പോൾ 4 മാസത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ സുഖമായിട്ട് പെയ്ഡ് ലീവ് എടുത്തിട്ട് പോവാം. ഇനിയിപ്പോൾ മാനേജർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അൺപെയ്ഡ് ആയിട്ട് ലീവ് എടുത്തിട്ടും പോവാം. മാനേജർമാരൊക്കെ ആയിട്ട് നമ്മൾ ഒരുവിധം കമ്പനി ആയിരിക്കുമല്ലോ, കാരണം ആമസോണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊക്കെ ഒരുവിധം മാനേജർമാരായിട്ട് കമ്പനി ആവാറുണ്ട്, അല്ലെങ്കിൽ അവരെന്നെ സ്ഥിരം വിളിപ്പിക്കാറുണ്ട്. ചില ആമസോണിലൊക്കെ അങ്ങനെ ചില മാനേജർമാർക്ക് എന്നെ കണ്ടാലേ ഉറക്കം വരുള്ളൂ. അപ്പോൾ ഡെയിലി വിളിപ്പിക്കും. സ്റ്റിൽ ദാറ്റ്സ് നോട്ട് ബാഡ് ബിക്കോസ് വി ആർ മോണിറ്റേഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് നോട്ട് ഹ്യൂമൻസ്. അപ്പോൾ അത് ആമസോണിൻ്റെ മറ്റൊരു ഇതാണ്. അതായത് ഇപ്പോൾ നമ്മളെന്തെങ്കിലും റേറ്റിംഗ് കുറവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിലേ ആയി റേറ്റ് കുറവാണ്, അങ്ങനെ സംഭവങ്ങളൊക്കെ വന്നാൽ കമ്പ്യൂട്ടർ ത്രൂ ആണ് മാനേജേഴ്സിന് ആക്സസ് കിട്ടുന്നത്. അപ്പോൾ നോട്ട് ബാഡ്. നമ്മുടെ അടുത്തൊരു മാനേജർ വന്ന് നീ ഇന്ന സമയത്ത് ഇത് ചെയ്തില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം അവർ ഡാറ്റ കാണിച്ചിട്ടാണ് നമ്മളെ പിടിക്കുക. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാതെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും മാനേജർമാർ നീ ഇന്നലെ അത് ചെയ്തില്ലല്ലോ, നീ ഇന്നലെ ഇത് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യായിരുന്നു, ഞാൻ ഇതിലായിരുന്നു എന്ന് പറയാം. കാരണം നമ്മുടെ കയ്യിൽ ആ ഡാറ്റ നമുക്കും ആക്സസ് ചെയ്യാൻ പറ്റും. മാനേജേഴ്സ് ത്രൂ തന്നെയാണ്, പക്ഷേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കമ്പനികൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇന്നത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ ഇത് ചെയ്യേണ്ടതല്ലേ, നീ ഇതായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് എനിക്ക് ആമസോണിൻ്റെ മറ്റൊരു ഇഷ്ടപ്പെട്ട ഫീച്ചറാണ്. പക്ഷെ അത് വെച്ചിട്ട് എനിക്കിടെ പണിയും കിട്ടാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. എപ്പോഴും ഹാപ്പിനെസ് മാത്രം ഉണ്ടായിരുന്നാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടണം, എന്നാൽ അതിലൊരു ത്രില്ലുള്ളൂ. സോ ആമസോൺ ബെനിഫിറ്റ്സ്. ഇപ്പോൾ ഈ A to Z ആപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ A to Z ആപ്പിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതിൽ അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമ്മൾ പറയുമ്പോൾ പറയണല്ലോ, കാരണം ഈ ലീവ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാ കമ്പനികളിലും ഉള്ളതാണ്. ബെനിഫിറ്റ്സ് പറയുമ്പോൾ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് പെൻഷൻ, ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ മെൻ്റല്, ഡെൻ്റല്, വെൽബീയിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുവിധം UK സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള ഒരു കമ്പനികളൊക്കെ എല്ലാവിടെയും ഉള്ളതാണ്. അത് കൂടാതെ നമുക്ക് കിട്ടുന്ന മറ്റ് 2 ഫേവറേറ്റ് പെർക്സ് ആണ് എൻ്റെ. അതായത് ആമസോൺ ഫോർ ആമസോണിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ എംപ്ലോയി ഡിസ്കൗണ്ട് ഉണ്ട് ഗൈസ്. 100 പൗണ്ടാണ് ഒരു വർഷം കിട്ടുള്ളൂ. പക്ഷെ അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഐഫോൺ എടുക്കാമെന്ന് വിചാരിക്കും. ഫോൺ എടുക്കുകയാണെങ്കിൽ ആ 100 പൗണ്ടും ആ ഐഫോണിൻ്റെ എമൗണ്ടിൽ കുറഞ്ഞു കിട്ടും. 100 പൗണ്ട് ഈസ് നോട്ട് എ ബാഡ് എമൗണ്ട്. നമ്മൾ ഓരോരോ ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ, ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിൽ ഇത്ര പെർസെൻറ്റേജ് 10%, 15%, അങ്ങനെയൊക്കെയാണ് കുറവ് കിട്ടുക. നമ്മളൊരു ബിഗ് ഐറ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ 100 പൗണ്ട് ഒറ്റയടിക്ക് കുറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ചിട്ട് അതിൽ 100 പൗണ്ടിലേക്ക് എത്തിക്കാം. സോ ആമസോൺ ഫോർ ആമസോണിയൻസ്, ദാറ്റ്സ് എ ഗുഡ് വൺ, ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ഇതിൽ ഇനിയുള്ള നമ്പർ 2 ആണ് പ്രൈം മെമ്പർഷിപ്പ്. അത് ഈ ഡിസംബറിൽ, അതായത് 2025 ഡിസംബറിലാണ് ഉണ്ടായിരുന്നത്. ഞാനൊക്കെ കുറേ കാലം ആഗ്രഹിച്ചിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ആമസോണിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് എന്തുകൊണ്ട് പ്രൈം മെമ്പർഷിപ്പ് തന്നുകൂടാ? യാ, കിട്ടി ഗൈസ്, കിട്ടി. ആമസോണിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോൾ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ പേ കൊടുക്കണ്ട. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴൊക്കെ ആമസോണിൻ്റെ ഇങ്ങനത്തെ ഇതുകളുണ്ടല്ലോ, ലോക്കേഴ്സ്, അതിലേക്കാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കേജിങ് ഫീ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് പ്രൈം ഉണ്ട് ഗൈസ്, പിറ്റേഴ്സും ഡെലിവറിയും കിട്ടും, ഒരു ചാർജും ഇല്ല. സോ പ്രൈം ഫോർ ആമസോണിയൻസ്, ദാറ്റ്സ് എ സെക്കൻഡ് ബെസ്റ്റ് വർക്ക്. പിന്നെ മൂന്നാമത്തെ കാര്യം ആമസോൺ എക്സ്ട്രാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു കോഡ് കിട്ടും, റെഡീം കോഡ്. ഇത് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാം. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് തിയേറ്ററിൽ സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 12.99 ഇവിടെ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള റേറ്റ്. ഇപ്പോൾ ആമസോൺ എക്സ്ട്രാസിൽ കയറിയിട്ട് ഈ ബെനിഫിറ്റ്സിൽ കയറിയിട്ട് ഇങ്ങനെ നമ്മൾ സംഭവം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് വെച്ചിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ സിനി വേൾഡിലൊക്കെ 860 ഒക്കെ ആയിട്ട് കുറയും, 4 പൗണ്ട് മേലെ എന്തോ കുറയും. അതുപോലെ എല്ലാ തിയേറ്റർ ശൃംഖലകളിലും ഇതുണ്ട് കേട്ടോ. ഡിയോണിലുണ്ട്, വ്യൂവിലുണ്ട്, എല്ലാത്തിൻ്റെയും കോഡ് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും.
ഇത് ആമസോൺ എക്സ്ട്രാസിൽ. അതുപോലെ തന്നെ സിനിമ മാത്രമല്ല കേട്ടോ, വേറെ കുറേ സംഭവങ്ങളുണ്ട് ആമസോൺ എക്സ്ട്രാസിൽ. ഞാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോ ഇതിൻ്റെ മേലക്കോടെ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിലുള്ളത് ആമസോൺ എക്സ്ട്രാസിലുള്ളത്. അതും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താണ് പറയുക, ബെനിഫിറ്റ് ആണ് ആമസോൺ നമുക്ക് തരുന്നത്. ഇനി ബെനിഫിറ്റ്സിലെ ഫോർത്ത് വൺ, നമുക്ക് ആമസോൺ സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആമസോണിൻ്റെ സ്റ്റോക്സ് നമുക്ക് 20 കൊണ്ട് തൊട്ടോ അങ്ങനെ എന്തോ മേടിക്കാൻ പറ്റും. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. ആക്ച്വലി നമ്മുടെ പല ഫ്രണ്ട്സും മേടിക്കാറുണ്ട്. എന്നിട്ട് ഇത്ര കാലം കഴിയുമ്പോൾ നമുക്കത് വിറ്റ് എമൗണ്ട് എടുക്കാം. ഡയറക്റ്റ് സ്റ്റോക്സ് നമുക്ക് ആമസോണിയൻസിന് എല്ലാവർക്കും മേടിക്കാൻ പറ്റും. അതും അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് അല്ലേ? ആണ്. പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ ആൻഡ് ഡെവലപ്മെന്റ് ബൈ ആമസോൺ ആണ്. നമ്മൾ എന്തെങ്കിലും കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ അവിടുത്തെ പെർമനന്റ് എംപ്ലോയി ആണെങ്കിൽ, നമുക്ക് ഇതിലെ ത്രൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 95% വരെ ആമസോൺ കവർ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ മലയാളീസ് ചേട്ടന്മാരൊക്കെ ചെയ്യുന്ന സംഭവമാണ് ട്രക്ക് ഡ്രൈവിങ്ങിന്റെ സംഭവങ്ങൾ എടുക്കുന്നത്. അത് മൊത്തം ആമസോൺ കവർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. മൊത്തം അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ്, ഞാൻ കറക്റ്റ് അളവ് മറന്നുപോയി. ഞാനത് റിസർച്ച് ചെയ്തിട്ട് കറക്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അടിയിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതി കാണിക്കാം. അപ്പോൾ ട്രക്ക് ഡ്രൈവിങ് നമുക്ക് ആമസോണിൻ്റെ ചിലവിൽ പഠിക്കാം, ജോലിയും കിട്ടും. ട്രക്ക് ഡ്രൈവിങ്ങിന് നല്ല ക്യാഷാണ് ഗൈസ്, നല്ല ഇതാണ്. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് നോക്കുന്നവർക്കും ആമസോൺ പേ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു നോർമൽ എംപ്ലോയി ആയിട്ട് ആമസോണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും ഗ്രോത്ത് ഉണ്ട് കേട്ടോ. നമുക്ക് L4 ആവാം, T4 എന്നാണ് പറയുന്നത്, T4 ആവാം. അതുപോലെ തന്നെ ടീം ലീഡ് ആവാം, മാനേജർ ആവാം, ഏരിയ മാനേജർ, ഓപ്പറേഷണൽ മാനേജർ, അങ്ങനെ എല്ലാ റോളുകളിലേക്ക് നമുക്ക് കയറി പോവാം. പെർമനന്റ് ആവണം. പെർമനന്റ് എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാനേജർ റോൾസിൽ വരെ എത്താം. മാനേജർ റോൾസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ UK വിസ കിട്ടും, അതായത് 5 ഇയർ വർക്ക് വിസ കിട്ടും. നല്ല പേയ്മെന്റ് ആണ് ഗൈസ്, നല്ല എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബോണസും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് മാനേജർമാരും പറയാറില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇല്ലെങ്കിലും എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇൻസൈഡ് ആമസോണും കരിയർ ഗ്രോത്ത് ഉണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ തുടങ്ങിയെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ പിക്കിംഗ് ആണ് ചെയ്യുന്നത്. അതുകൂടാതെ ആമസോണിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ആമസോണിലേക്ക് സാധനം വരുന്നത് തൊട്ട് ഒരുപാട് പ്രോസസ്സുകൾ ആമസോണിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വെൻഡർ റിസീവ് എന്നാണ് പറയുക. റിസീവിൽ നിന്ന് ഇത് സ്റ്റോവിലേക്ക് പോകും. എൻ്റെ ഇടയിൽ ICQA എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. QA എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ക്വാളിറ്റി അഷുറൻസ് ആണ്. അപ്പോൾ ഇവർ സ്റ്റോ എന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്ന് വന്ന സാധനങ്ങൾ ഇവിടെ ആമസോണിന്റെ ഏരിയാസിൽ എടുത്തു വെക്കുക, പ്രോപ്പറായിട്ട് എടുത്തു വെക്കുക. ഇപ്പോൾ റോബോട്ടിക്സ് ആണെങ്കിൽ അത് ആ റോബോട്ടിക്സിന്റെ ഷെൽഫ് പോലത്തെ സംഭവങ്ങളാണ് എടുത്തു വെക്കുക. ഞാൻ വർക്ക് ചെയ്യുന്ന മാനുവൽ ആമസോണിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഇതിലുമായിട്ട് ഇങ്ങനെ ഓരോ അയിൽ തിരിച്ച് അതിലൊക്കെ ഇങ്ങനെ ഷെൽഫ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിലായാലും എടുത്തു വെക്കാം. അപ്പോൾ അതിനെയാണ് സ്റ്റോയിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ICQ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും വേണമെങ്കിൽ നമുക്ക് ഇൻബൗണ്ട് എന്ന് പറയാം. ആമസോണിന്റെ ഇൻബൗണ്ട് എന്ന് പറയും. ഇനി ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ അത് ഓൾറെഡി ആമസോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് എടുക്കുന്ന പരിപാടിയാണ്. അത് അവിടെ നിന്ന് എടുക്കും. അതാണ് ഔട്ട് ബൗണ്ട്. പുറത്തേക്ക് പോകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഔട്ട് ബൗണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ പെടാറ് സ്ഥിരം. ഞാൻ പിക്കിംഗ് ആണ്. അപ്പോൾ ഈ സാധനങ്ങൾ ആമസോണിൽ നിന്ന് എടുത്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിൽ ആദ്യത്തെ കൈ അത് എൻ്റെതാണ്. അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഞാൻ അങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണം, ഡാമേജ്ഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് തുടങ്ങാൻ. കാരണം ഔട്ട് ബൗണ്ടിൽ ആദ്യത്തെ പ്രോസസ്സ് പിക്കിംഗ് ആണ്. ദെൻ പാക്കിംഗ് വരും, ഷിപ്പിംഗ് വരും, ദെൻ ഡെലിവറി സ്റ്റേഷൻസിലേക്ക് പോകും. ഡെലിവറി സ്റ്റേഷൻസും ആമസോണിൻ്റെ തന്നെയാണ്. ഡെലിവറി സ്റ്റേഷൻസിൽ നിന്നാണ് ഡെലിവറി ചെയ്യുന്ന ആളുകളിലേക്ക് ഈ സാധനം പോകുന്നത്. ഇതൊരുപാട് പ്രോസസ്സിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ ഇൻബൗണ്ട് എന്ന് പറയും, ആമസോണിലേക്ക് വരുന്നത്, ദെൻ ആമസോണിൽ നിന്ന് പോകുന്നത്. അതിലാണ് ഞാൻ പെടാറ്. ഈ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ക്രോസ് ട്രെയിനിങ് എന്നാണ് പറയുക. അപ്പം ഞാൻ മുൻപ് പാക്കിംഗ് ട്രെയിൻഡ് ആണ്, ICQ ട്രെയിൻഡ് ആണ്, സ്റ്റോറിൽ ട്രെയിൻഡ് ആണ്. ബാക്കിയുള്ള ഇതിലൊന്നും ഞാൻ ട്രെയിൻഡ് അല്ല. ഷിപ്പിംഗ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഷിപ്പിംഗ് ആണ് ആമസോണിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവം എന്നാണ് പറയാറ്. പക്ഷേ ഡെലിവറി സ്റ്റേഷനിലുള്ളവർ പറയുന്നു ഡെലിവറി സ്റ്റേഷനിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയെന്ന്. ഐ ഡോണ്ട് നോ, ഞാനിത് രണ്ടും ചെയ്തിട്ടില്ല. പറഞ്ഞു കേട്ടിടത്തോളം ഷിപ്പിംഗ് ആണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആമസോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള മെയിൻ കുറച്ച് റീസൺസ്. ഞാൻ മിസ്സാക്കിയിട്ടുള്ള പല റീസൺസ് ഉണ്ടായിരിക്കാം. കാരണം ഞാൻ ആ സമയത്താണല്ലോ അത് ഓർക്കുള്ളൂ. ബട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിത്
ചെയ്തു. ഈ ഇയറിലെ ആദ്യത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇനി ഒരുപാട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത് തന്നെ ഒരെണ്ണം ഉണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പഠിച്ച ഫീൽഡിൽ വർക്ക് ചെയ്യാത്തത് എന്ന്. ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ തീർച്ചയായിട്ടും അടുത്ത് തന്നെ അതും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് നന്നായി പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റട്ടെ. എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് DM അയക്കാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ വേറെ കുറേ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. എൻ്റെ ബാഴ്സലോണ ട്രിപ്പിൻ്റെ സംഭവങ്ങളിലേക്ക് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു ഗൈസ്, ബൈ.